ഭരത, ആ മഹാലക്ഷ്മി ബസിന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. അയാൾ ഇന്നലെ മുഴുവൻ പുറകെ നടക്കുകയായിരുന്നു. മൂളിയാ പോരാ, എന്തേലും ചെയ്തിട്ട് വേണം ബാക്കി കാശൂടെ മേടിക്കാൻ. എങ്കിലേ ഞങ്ങൾക്കും ഒരു ഗതിയുള്ളൂ. അതെ. പവനിപ്പോ എത്രയാ വില? എടോ പവനില്ലേ, പവൻ ഗോൾഡ്, അതിനിപ്പോ എത്രയാ വിലയെന്ന്? ഓ പവൻ, അതിപ്പോ 3500 മുകളിലേക്കാ. അതിപ്പോ പണിക്കൂലി തേങ്ങാക്കൂലി എല്ലാം കൂടെ 10,000-4,000 രൂപ വരും. എന്നാലത് ചീപ്പാണ് കേട്ടോ. 6000-നും 7000-നും വലിയ പവനുണ്ടെന്നാണ് കേൾക്കണേ. മറ്റന്നാ ശാരദയുടെ കല്യാണം, മാല വാങ്ങണം 2.5 പവൻ. ആ കതിരുകാരൻ തന്ന 5000 രൂപ മാത്തച്ഛന്റെ സ്വർണ്ണക്കട കൊടുത്തര്. ബാക്കി 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറ. ദേവസേട്ടാ, ഒരു ഹാഫ് കൂടെ പോരട്ടെ. ഹാഫ് വേണ്ട, അത് ഫുൾ ആയിക്കോട്ടെ. പിന്നെ നമ്മളുണ്ടാവല്ലേ അങ്ങനെ. പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഒന്ന് ഒതുങ്ങിക്കണം. ഗോപി, ഉണ്ടയാ വിട്ടുപോ. അത് വേണോ? വേണം. ഇവിടെ അങ്ങനെ ഒരു സ്റ്റോപ്പില്ല, കൊണ്ടേ തന്നെ നിർത്തുന്നില്ല. ആരാണോ ചോദിക്കാൻ? ആ ചാത്തൻകൊല്ലല്ലേ ഇവിടെ അറിയിക്കോ. ഗുണ്ടയാണേലും ജീവനി കൊതിയുണ്ടേ. ഇനി എന്നെ ഒന്ന് പിന്നെ സ്റ്റോപ്പിൽ നിർത്താത്തത്? ഇനി നിർത്തിക്കോളാം. ഇയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? 60,000. എപ്പോ കൊടുക്കും? 2 ദിവസം ഞാൻ കൊടുക്കാം. കൊടുക്കുമല്ലോ? കൊടുക്കാം. തീർച്ചയാണല്ലോ. വേണ്ട, നല്ലൊരു വെളുപ്പിക്കാതെ മതി, അത്രയൊക്കെ വെളുത്താ മതി. അയ്യോ പറഞ്ഞ കേൾക്കണ്ടേ? എന്തത് ഇതെന്താ ഇങ്ങനെ എത്തിക്കുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, സദ്യ ഗംഭീരമാക്കണം. എന്തോന്ന് അടിപിള്ളാരെ ചിരിയും ബഹളവും ഒക്കെ? നാളെയല്ലേ കല്യാണം, അതിനിപ്പോഴും എന്തിനാ മുഖത്ത് വെള്ളം പൂശുന്നേ? ചിരിയും ബഹളമൊന്നും പുറത്ത് കേട്ടു പോകരുത്, പറഞ്ഞേക്കാം. ഒരട്ടകാസവും ചിരി. ഇനി പോയി മോൻ കഴിക്കോളൂ. ശാരദേ, ഭരതേട്ടൻ. അവിടെ വന്ന് പറയണമെന്ന് കരുതിയതാ. സാരമില്ല, ഞാൻ അറിഞ്ഞല്ലോ. നാളെ കല്യാണത്തിന് ഭരതേട്ടൻ വരണോ? നീ പറ. വരണം, ഭരതേട്ടൻ ഉണ്ടാവണം. എങ്കിൽ ഭരതേട്ടൻ വരും. ആര് വെറുത്താലും മോൾ എന്നെ വെറുക്കരുത്. ഇതെന്തിനാ ഭരതേട്ട? മോൾ ചിരിക്കട്ടെ, ഏട്ടന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങും. അമ്മ അറിഞ്ഞ? ആരും അറിയില്ല. പക്ഷേ കല്യാണത്തിൽ മോളിത് കഴിച്ചിടണം. ഏട്ടനത് കാണണം. എന്റെ കുട്ടിക്ക് നല്ലതേ വരും. വരുന്നു. അമ്മ ഇങ്ങോട്ട് വരും. ഏട്ടൻ പോയിക്കോളൂ. നാളെ കല്യാണത്തിന്. തെമ്മാടി, റൗഡി, അതാ ഭരതൻ. ഈ ചന്ത അങ്ങാടിയും ചാലക്കടയൊക്കെ ഭരതന് പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം പെങ്ങളുടെ കല്യാണം പോലും കാണാൻ പറ്റാത്ത തെണ്ടി.
ആശാനെ വാ വീട്ടിലേക്ക് പോവാ. ആരും എന്നെ പഠിക്കാൻ വരണ്ട. പോവാൻ. നാട്ടുകാരും വീട്ടുകാരും കേടിന്ന് കാണുന്നെങ്കിൽ കേടി, ആരുമില്ലാത്ത ഒറ്റയാൻ. മഹാലക്ഷ്മിയെ കൈകാര്യം ചെയ്തപ്പോ മൊത്തം 10,000 അവന്റെ കയ്യിൽ വന്നത്. തുക ചെറുതായിരിക്കാം, പക്ഷേ ഭരതൻ ശരിക്കും വെട്ടുകാരന്റെ മോനായി, ദാതയായി. ഇനി അവൻ ആൽമരം പോലെ വളരും. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ 1 മാസത്തിനകം മലമറിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് എന്തായി? വെള്ളം അടിച്ച് ചോരന്ന് തട്ടിവിടും. ഒന്നും നടക്കത്തില്ലെന്നേ ഉള്ളൂ. ചേടാ, ഇത് നല്ല കൂത്ത്. എന്റെ തലേ കൂടെ വണ്ടി ഒന്നും ഓടുന്നില്ല നിന്നെ കൊമ്പത്ത് കെട്ടിയിരുത്താൻ. ദാത എന്ന 2 അക്ഷരം കടലാസിൽ എഴുതി ആരേലും വായിലോട്ട് വെച്ച് എന്നിട്ട് അത് വിഴുങ്ങിയാൽ ദാതയാവത്തില്ല. ദാതയാവണേ എന്റെ മോൻ ഇവിടെ എന്തെങ്കിലും കാണിക്കണം, അല്ലടാ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കീറിയിട്ട് എന്ത് കാര്യം? വെട്ടുകാരന് കൊടുത്ത പോലെ അല്ലേലും അതിന്റെ അടുത്തൂടെ പോകുന്നൊരു പണി. ഏത്? തോളി കൈയിട്ട് മറ്റേ പണി, അതേ അവൻ്റെ അടുത്ത് നടക്കത്തുള്ളൂ. ഇതുവരെ ഇത് പറയാതിരുന്നത് വേണ്ടാന്ന് കരുതിയിട്ട് തന്നെയാ. ഇപ്പൊ ബസ്സുകാരെ തല്ലിന്നും എല്ലൊഴിച്ചു നോക്കി ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോ പറയുന്ന തന്നെ ബുദ്ധിയം തോന്നി. ഞാൻ എങ്ങനെയാണെന്ന് എന്റെ ഭാര്യ അറിഞ്ഞിരിക്കണം. കല്യാണത്തിനാരാ ഭരതനെ ക്ഷണിച്ചത്? അമ്മയല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നീയല്ലേ? എനിക്കിഷ്ടമില്ലായിരുന്നു. ആ, എങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ വീടിന്റെ മുറ്റത്ത് അയാളെ ഞാൻ കാണരുത്. അങ്ങനെ ഒരു ഗുണ്ട എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞതിനേക്കാൾ ഭേദം ഞാൻ അയാളുടെ പണി തുടങ്ങുന്നതാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ ഭരതൻ എന്നുള്ള പേരങ്ങ് മറന്നേക്ക്. ഹലോ, ഇരിക്കിരിക്ക്. ഇത് മനസ്സിലായി. ഞാനൊരു കാപ്പി കഴിക്കാൻ വന്നതാ. വരട്ടെ. ആരാത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അന്നത്തെ കച്ചേരി. ഓ, ചാത്തങ്കോളിന്റെ അടുത്തോ? ഇല്ല. പിന്നെ എത്ര ദൂരം വരും? ചാത്തങ്കോളനിയിലെ ഒരു ഭരതൻ. ആ, ഭരതൻ. അല്ല, അവിടെ ഉണ്ടാവോ? അറിഞ്ഞൂടാ. ഇതാ കോളനി, ഇറങ്ങിക്കോ. എത്ര പൈസയായി? 50 രൂപ. 50 രൂപയോ? മീറ്ററിൽ 28 രൂപ 40 പൈസ. മീറ്ററിൽ അങ്ങനെ പലതും കാണും. 50 രൂപ എടുക്ക്, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. അതെങ്ങനെ 28 ഉറുപ്പ്യക്ക് 50 ഉറുപ്പ്യ തരിക? കാശ് എടുക്കണോ, നിന്ന് വാചോടിക്കാതെ. എന്നതാ പ്രശ്നം? അതെ, ആകെ 8.5 കിലോമീറ്ററേ പോന്നിട്ടുള്ളൂ. മീറ്ററിൽ 28 രൂപ 40 പൈസ കാണുമ്പോ ഇയാൾ 50 രൂപ ചോദിക്കുക. എടാ കൊച്ചനെ, മുഴുവൻ വളർച്ച എത്തിയില്ലല്ലോ, അതിനു മുമ്പ് പിടിച്ചു പറയോ തുടങ്ങിയോ? പിടിച്ചു പറയൊന്നുമല്ല, ന്യായമായിട്ട്. പാളി, അയാള് തരുന്ന കാശ് എങ്ങനെ എടുത്തോണ്ട് വേഗം സ്ഥലം വിട്ടോണം. ഇത് ഏതാ സ്ഥലം എന്നറിയാമോ? ഇതാ 28 രൂപ 40 പൈസ. വേഗം പോക്കോ. ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ. ആദ്യമായിട്ടാണോ താൻ ഓട്ടോയെ കയറുന്നേ? അല്ല, എന്താ? അല്ല, ഓട്ടോക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ തോന്നി. ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ആരെ? ഇവിടെ ഇല്ല ഒരു ഭരതൻ. എന്നാത്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഷാപ്പി കാണും. ഞാൻ ഉദ്ദേശിച്ച ഭരതൻ ഇവിടെ ഒരു ഭരതനേ ഉള്ളൂ. വെട്ടുകാടൻ എന്നൊരു. ചേടാ, ഇയാള് വലിയ ശല്യമായല്ലോ. ദാ അവിടെയാ ദേവസ്വയുടെ ഷാപ്പ്. അവിടെ ചോദിച്ചാൽ അറിയാം. ചെല്ലി ചെല്ല്. വലിയ ഉപകാരം. ഓ, വലിയ ഉപാളം. എന്താ? ഭരതൻ വന്നിട്ടില്ല. എന്താ കാര്യം? അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? അത് ഭരതൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ തട്ടുപാലത്തിന് കീഴെ കാണും. എവിടെയാ ഇതൊക്കെ? ഇവിടുന്ന് കിഴക്കോട്ട് കുറച്ച് നടന്ന് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. എന്നാ വരട്ടെ. എന്താ ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞില്ലല്ലോ. അത് ഈ ഭരതനെ അന്വേഷിച്ച് ഇറങ്ങിയ ദിവസം നല്ലാന്ന് തോന്നുന്നു. ഇനി എവിടെ പോയി നോക്കാനാണ്? എവിടെ പോയി അന്വേഷിക്കാനാണ്? അവൻ നിന്റെ ആരാ? എന്റെ ആരല്ല, ഒന്ന് ചുമ്മാ കാണാനേ.
എന്തോടോ ബാഗില്? ഒന്നുമില്ല. ഇതുകൊണ്ട് കുത്തിയെടുത്താൻ ചാവോ? എന്നാ ബാഗിങ്ങതാ, അകത്ത് എന്നാന്ന് ഞാൻ നോക്കട്ടെ. താൻ തരില്ലേ? അതെ ഇങ്ങോട്ടന്നെ. ഇത് മുഴുവൻ ഭരതന അല്ലേടാ? എങ്കി അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട. എന്താ പ്രശ്നം? അത് പറയടാ. ഞാൻ തരാം. എന്നെ കാണാൻ വരുന്നവർ എന്നെ കണ്ടാ മതി. ആ കാശങ്ങ് തിരിച്ചു കൊടുക്ക. കൊടുക്കടാ. ഭരതാ, ഇത് രണ്ടാം വട്ടമാ. ഞാൻ എണ്ണുന്നുണ്ട്, നീ എണ്ണിക്കോ. ഓ, എണ്ണുന്നുണ്ട്. പോ പോ. വരികടാ. പോടാ. 1,00,000 രൂപ. 11 മാസമായി കാശ് കൊടുത്തിട്ട്. കാശ് കൊടുത്തപ്പോ 2-ാം മാസം ചിട്ടി പിടിച്ചിട്ട് തരാന്ന് പറഞ്ഞു. 5-ാം മാസം ചെന്നപ്പോ പറഞ്ഞു ഇനി കിട്ടുമ്പോ തരാന്ന്. ഇത് 11-ാം മാസാ. ഇന്നലെ ചെന്നപ്പോ പറഞ്ഞു താൻ പോയി കേസ് കൊടുത്തോളാൻ. അയാളുടെ മോളെ കെട്ടിക്കാൻ സഹായിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്. എങ്കിൽ കേസിന് പോവാന്ന് കരുതി വക്കീലിന്റെ അടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞു കേസ് കൊണ്ട് ഇനിയും കാശ് ചെലവാകാമെന്നല്ലാതെ ഒന്നും കിട്ടാൻ പോലില്ല. അപ്പോ വക്കീലും പറഞ്ഞ വഴിയായത്. താൻ പറയുന്ന മുഴുവൻ സത്യമാണോ? ഉവ്വ്. അല്ലെങ്കിൽ തന്നെ ഒടിച്ചു മടക്കി ഈ ബാഗിനകത്താക്കും. ഓ, മനസ്സിലായോ? ഉവ്വ്. എന്താ അവന്റെ പേര്? അരവിന്ദാക്ഷൻ. 1,00,000 രൂപ കൊടുത്തെങ്കിൽ 1.25 ലക്ഷം തിരിച്ചു കിട്ടണം. 1.25 ലക്ഷമോ? അതെ. അതെന്തിനാ? എടോ, 25,000 രൂപ തന്റെ ഈ 11 മാസത്തെ അലച്ചിലിന്റെയും നാണക്കേടിന്റെയും അവന്റെ ചതിയുടെയും നഷ്ടപരിഹാരം. മനസ്സിലായോ?